നമുക്ക് ഇന്ന് ഇടുക്കി വരെ ഒന്ന് പോയിട്ട് വന്നാലോ? തീർച്ചയായിട്ടും. ഇടുക്കി നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളുടെ നാടാണല്ലോ. ഇടുക്കിയുടെ ഈ ശബ്ദം പ്രകടിപ്പിക്കുന്ന പോലെ ഓരോ സ്ഥലത്ത് ഓരോ മൃഗങ്ങളും പല ജീവികളും വന്യജീവികളൊക്കെ ശബ്ദം പുറപ്പെടുവിക്കും. അതിൽ ഇടുക്കിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന എം എം മണിയാണ്, രാഷ്ട്രീയ നേതാവ്, മറ്റെല്ലാത്തിനേക്കാൾ കൂടുതൽ. എം എം മണിയുടെ സാന്നിധ്യമാണ് ഇടുക്കിയെ സവിശേഷതകളാക്കുന്നത്. എനിക്കൊരു എം എം മണിയെ ഇഷ്ടമാണ്. എന്തൊക്കെയാണ് ആള് സിൻസിയറാണ്, സത്യവാനാണ്, ഉള്ള രീതിയിൽ കാര്യം നേരെ വായിന്ന് വരുന്നത് ദുർഗന്ധമാണ്. അത് അവർക്ക് ഇഷ്ടപ്പെടുന്നല്ലേ പറയാൻ പറ്റും. CPM-ന്റെ അണികൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താണോ അത് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹം ആ നാടിന് വേണ്ടിയിട്ട്, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഏത് രാഷ്ട്രീയക്കാരായാലും ശരി, ചെന്നൊരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം കൂടെ നിന്ന് പ്രവർത്തിക്കും. ഇതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ കുറിച്ചിട്ട്. അല്ല, അവിടെ ഇടുക്കിയുടെ പൊളിറ്റിക്സിൽ പറയുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു നേതാവ് ഇടുക്കിക്കില്ല. ഇപ്പോൾ PJ ജോസഫ് തൊടുപുഴയുള്ള ഹൈ റേഞ്ചിലുള്ള പാർട്ടി ലോ റേഞ്ചിലുള്ളവരും തമ്മിലുള്ള, എന്നിരുന്നാലും ഇടുക്കിയിൽ പൊതുവെ ഒരു ഇടുക്കിയും തൊടുപുഴയും എന്നും കേരള കോൺഗ്രസിന്റെ കൂടെ ഇടുക്കി പത്തനംതിട്ട ബെൽറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് വരും അതിൻ്റെ അകത്ത്. പക്ഷെ അത് 2-3 ഡിസ്ട്രിക്റ്റ് ആയപ്പോൾ തന്നെ അതിൻ്റെ ആ ശക്തി അങ്ങ് പോയി. ഒറ്റ ജില്ലയിലുള്ള ശക്തി. നമുക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് ആണ് ഇപ്പം നമ്മൾ ഇവിടെ ചർച്ചയാക്കുന്നത്. അതിൻ്റെ അത് ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പ്രകാരം അതിൽ നിന്ന് 15% വോട്ട് UDF-ലേക്ക് LDF എന്നും, അതേപോലെ BJP-യിൽ നിന്ന് 10% വോട്ട് UDF-ലേക്ക് മാറും. അത് എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ BJP-ക്ക് വോട്ടില്ല കേട്ടോ. അല്ല, എത്രയാണെങ്കിലും അത് പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ BJP ആണ് മുന്നിൽ നിന്നിരുന്നെങ്കിൽ, കേരളത്തിൽ എല്ലാ സ്ഥലത്തും മുന്നിൽ നിന്നിരുന്നെങ്കിൽ ജനങ്ങൾ ആ വോട്ട് BJP ചെയ്യുമായിരുന്നു. അതാണ് കാര്യം. എന്താണ് കാര്യം? പിണറായി വിജയൻ മാറണമെന്ന് LDF-ലെയും UDF-ലെയും LDF-ഉം BJP-യും അണികൾ ആഗ്രഹിക്കുന്നു, എല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് സ്ഥിരം പാർട്ടി മെമ്പർമാരല്ലാത്ത, അത്രയും ഒരത്ത മെമ്പർമാരല്ലാത്ത ആൾക്കാർ പോലും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പിണറായി വിജയനെ മാറ്റണം എന്നുള്ള ആഗ്രഹമാണ്, ഇടതുപക്ഷം വരരുതെന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ അത് പ്രകാരം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് തൊടുപുഴയാണ് നമ്മൾ PJ ജോസഫിന്റെ നാട്. മോനെ നിർത്തണം എന്നൊക്കെയാണ് പ്രാവശ്യം ആ മോനെ ഒഴിവാക്കാനുള്ള ജോസ് കെ മാണിയുടെ കണ്ടീഷൻ ഒന്ന് തൊടുപുഴ സീറ്റ് മാണിക്ക് വേണം എന്നുള്ള ചർച്ചയെപ്പോലും കണ്ടീഷൻ. അത് എന്തായാലും നടക്കാത്ത കാര്യമാണ്. എന്തായാലും PJ ജോസഫിനെ മാറ്റിയും കൊണ്ട് UDF മുന്നോട്ട് പോകില്ല. അല്ലെങ്കിൽ കുഞ്ഞുമാണിക്കെതിരെയാണ് ജനങ്ങൾ മുഴുവൻ, ആ വോട്ടാണ് UDF-ന് കിട്ടുന്നത്. അത് തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പം നമ്മുടെ മുന്നിലുള്ളത് തൊടുപുഴയിൽ ഇപ്രാവശ്യം 73,860 വോട്ടാണ് UDF-ന് അവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ഭയങ്കര ഭൂരിപക്ഷമാണ്. 56,922 വോട്ടേ LDF-ന് കിട്ടിയിട്ടുള്ളൂ. 15,427 വോട്ട് വളരെ പിന്നോട്ട് പോയി BJP എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു 15% വോട്ട് മാറി എന്ന് പറഞ്ഞാൽ 8,000 വോട്ടും കൂടി ചേർന്നാൽ 81,000 വോട്ടായി മാറും ഇവിടെ തൊടുപുഴയിൽ UDF-ന്. അതായത് 56,800 വോട്ട് 48,000 വോട്ടായി ചുരുങ്ങും. അതായത് ഏകദേശം 28,000-ലും മേതെ വോട്ട്, അല്ല 28,000 മേതെ വോട്ട് അപ്പം തന്നെ. പിന്നെ ഇവരെ 2,500 വോട്ടും കിട്ടുമ്പോൾ 30,000 വോട്ടിന് മേതെ ഒരു ഭൂരിപക്ഷം ഇത്തവണ PJ ജോസഫ് ആ മകൻ അൻപു ജോസഫിന് കിട്ടാം എന്നുള്ളതാണ് തൊടുപുഴയിൽ നിന്ന് കിട്ടുന്ന വിവരം. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയാൻ പിണറായി വിജയന്റെ കൈവശമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് മാത്രം അത് ശരിയാവില്ല എന്നൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇതിന്റെ ഒരു ഫലത്തിൽ എന്തായി തീരും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ 140 സീറ്റും UDF വിജയിച്ചാൽ ചിലപ്പോൾ അത്ഭുതപ്പെടേണ്ടില്ല ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, അരിത്തമെറ്റിക്സ് അങ്ങനെ എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. ഓരോ നിയമനത്തിലുണ്ടാകുന്ന ട്രെൻഡുണ്ട്. ആ ട്രെൻഡ് അനുസരിച്ച് ചിലപ്പോൾ മാറും. ഏതെങ്കിലും നിയമനത്തിൽ അങ്ങനെ വല്ലതും പൊട്ടുപഴച്ച് എന്തെങ്കിലും കിട്ടിയെങ്കിലേ CPM-ന് കിട്ടാനുള്ളൂ. അതായത് വ്യക്തിത്വം കൊണ്ട് ചില പ്രദേശത്ത് UDF സ്ഥാനാർത്ഥിയുടെ കുഴപ്പം കൊണ്ട് അങ്ങനെയൊക്കെ വരാം. വ്യക്തിപ്രഭാവം കൊണ്ട് ആരെങ്കിലും വിജയിച്ചു പോയാൽ വിജയിച്ചു എന്നുള്ള സ്ഥിതിയിലാണ്. കരുനാഗപ്പള്ളി ഏറ്റവും മഹേഷ് അങ്ങനെയല്ലേ ജയിച്ചത്. കരുനാഗപ്പള്ളി കഴിഞ്ഞ വർഷം ട്രെൻഡിനെതിരെയാണ് കൊല്ലം ജില്ല മുഴുവൻ UDF-നോടൊപ്പം LDF-നോടൊപ്പം കരുനാഗപ്പള്ളി അത് കമ്മ്യൂണിസ്റ്റ് സീറ്റ്, ഇടതുപക്ഷ സീറ്റാണ്, CPI-യുടെ സീറ്റാണ് എല്ലാ കാലത്തും. പിന്നെ അതേപോലെ പിന്നീട് നമ്മൾ വേറെ ഒന്നിലേക്ക് പോകണ്ട. അവിടെ അതൊരു ലോക്സഭയിലും 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. നിയമസഭയിൽ 33,600 വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ലോക്സഭയിൽ. ഡീൻ കുര്യാക്കോസിന് നിയമസഭയിൽ 20,259 വോട്ടിന്റെ ഭൂരിപക്ഷം. ഇത് ഭൂരിപക്ഷം വന്നു എന്ന് പറയുന്നത് വലിയതല്ല. എനിക്കൊന്നും ഒരു 10-30,000 അല്ല, ഒരു 40,000 50,000 അവിടെ വന്നാൽ അത്ഭുതപ്പെടാനില്ല തൊടുപുഴ. പിന്നെ അടുത്തത് ദേവികുളമാണ്. ദേവികുളം വലിയ ഭൂരിപക്ഷം ഒന്നും കിട്ടിയിട്ടില്ല അവർക്ക്. അവിടെ 57,240 വോട്ട് UDF-നും 51,997 വോട്ട് LDF-നും 6,957 വോട്ട് BJP-ക്കും
5423 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. സമയത്തും പോകാം. പിന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7848 LDFന് ഉണ്ടായിരുന്ന സ്ഥലമാണത്. കഴിഞ്ഞ ശേഷം രാജ്യമാണ് അവിടെ CPM ആണ് വിജയിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ LDFന് മാറി UDFിലേക്ക് ഭയങ്കര മുന്നേറ്റം കാഴ്ചവെച്ച സ്ഥലമാണ് അവിടെ ദേവികുളം. അവിടെയാണ് ദേവികുളത്താണ് ഈ രാജ വന്നത്. രാജേന്ദ്രനെ മാറ്റിയാണ് രാജ വന്നത്. രാജേന്ദ്ര കുറച്ച് വോട്ട് BJPയിലേക്ക് കൊണ്ടുപോകും. ഉണ്ടാകാൻ സാധ്യത ഒരു 5000 വോട്ടെങ്കിലും കിട്ടുമെന്നുള്ളതാണ് ഞാൻ കണക്കൂട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം LDFന് വോട്ട് കിട്ടിയെന്ന് 5000 അതും പോയി കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ 15% ഷിഫ്റ്റും കൂടെ വന്നു കഴിഞ്ഞാൽ വലിയൊരു മാർജിനിൽ അവിടെ വിജയിക്കാനാണ് സാധ്യത. ഇവിടെ ദേവികുളത്ത് വിജയിക്കാനാണ് സാധ്യത. എനിക്ക് തോന്നുന്നത് ദേവികുളത്ത് രാജേന്ദ്രൻ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു 5000 ടു മേതെ വോട്ട് LDFിലേക്ക് പോകും. 5000 എന്ന് പറഞ്ഞാൽ 10000 വോട്ടിന്റെ എഫക്റ്റ് ആണെന്ന് ഓർക്കണം. അപ്പൊ ആ രൂപത്തിൽ ദേവികുളം വൻ വിജയമായിട്ട് തന്നെ വരും. എത്ര വോട്ടാന്ന് ഇപ്പോൾ നിശ്ചയിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അടുത്തത് ഇടുക്കിയിൽ നമ്മുടെ റോഷി അഗസ്റ്റിൻ്റെ നാട്ടിൽ ഇപ്രാവശ്യത്തെ ഭൂരിപക്ഷം നമ്മൾ കേട്ടാൽ 15750 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം 10595 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു. അല്ല, നിയമസഭയിൽ 15570 വോട്ടിന്റെ 595 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായ സ്ഥലത്താണ് ഇത്തവണ 14247 വോട്ടിന്റെ ലീഡ് തദ്ദേശ സ്വയംഭരണ കിട്ടുന്നത്. റോഷി അഗസ്റ്റിനല്ല, ചിലപ്പോൾ വ്യക്തിപ്രഭാവം ഉണ്ടായിരിക്കും റോഷി അഗസ്റ്റിനല്ല ആര് കുറ്റിച്ചൂല നിർത്തിയാലും LDF ആരാണോ അവരെ തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കും പ്രാവശ്യം ജനങ്ങളെ ട്രെൻഡ്. അങ്ങനെ നോക്കുമ്പം 50 അവിടേക്ക് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് വളരെ കുറവ് വോട്ടാണ്. 50532 വോട്ടാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത് ഇത്തവണ LDFന് കിട്ടിയിരിക്കുന്ന വോട്ട്. അതിൽ 7500 വോട്ടും കൂടെ മാറിക്കഴിഞ്ഞാൽ 65000 7500 വോട്ടും കൂടെ കൂടിക്കഴിഞ്ഞാൽ അതായത് 72500 വോട്ടും ഒരു 1000 വോട്ട് BJPയുടെ വോട്ടും കൂടെ മാറിക്കഴിഞ്ഞാൽ 73000 വോട്ട് കിട്ടും. 73000 42,000 എന്ന് പറഞ്ഞാൽ 30,000 വോട്ടിന്റെ വ്യത്യാസം ഇടുക്കിയിൽ ഉണ്ടാകാൻ പോണു എന്നുള്ളതാണ് പറയുന്നത്. ആ തിരിച്ചറിവ് റോഷി അഗസ്റ്റിന് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് മനസ്സിൽ. അല്ല, റോഷി അഗസ്റ്റിന് UDFിലേക്ക് പോകാനാണ് താല്പര്യം. മാണി വരരുത്, കുഞ്ഞുമാണി വരരുത്. കുഞ്ഞുമാണി വന്നാൽ മൂപ്പർക്ക് ഇനി വില ഉണ്ടാവില്ല. അതിന്റെ MLA മന്ത്രിസ്ഥാനം മൂപ്പർക്ക് പോകും. മന്ത്രിസ്ഥാനം ജോസ് കവണി ഇങ്ങോട്ട് ജയിച്ചു വന്നാൽ മന്ത്രിസ്ഥാനം ജോസ് കവണി കൊണ്ടുപോയില്ലേ? ജോസ് കവണി ജയിക്കണമെന്നില്ല, UDF വന്നാൽ മാത്രമേ ജയിക്കുള്ളൂ. ജയിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു മന്ത്രിയെ കിട്ടുള്ളെങ്കിൽ തീർന്നില്ലേ? അല്ല, റോഷി അഗസ്റ്റിന്റെ എഫക്ട് ഉണ്ടായിട്ട് ഇവിടെ 15750 വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. ലോക്സഭയിലാണെങ്കിൽ 5573 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 15595 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ റോഷി അഗസ്റ്റിനാണ് ഇപ്പൊ തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നത്. അടുത്തത് ഉടുമ്പൻചോല, നമ്മുടെ MM മണിന്റെ നാടാണ്. MM മണി അവിടെ ഏത് കാലത്തും എങ്ങനെ നിന്നാലും ജയിക്കുന്ന ഒരാളാണ്. അങ്ങേർക്ക് 68,305 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അവർക്ക് ഈ കഴിഞ്ഞ തവണ. പക്ഷെ ഇത്തവണ അവിടെ 5629 വോട്ട് UDFനാണ് ലീഡ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 43,000 വോട്ട് മറഞ്ഞു. അല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഡ് എന്ന് പറയുന്നത് ഇടുക്കിയൊക്കെ വാഷ് ഔട്ടാണ് ശരിക്കും. CPMന്റെ താഴേക്കടെയുള്ള ആൾക്കാരെ സ്വാധീനമൊന്നും ഇല്ല, അത് കാണുന്നേ ഇല്ല. ആരും വോട്ട് ചെയ്യാൻ വന്നില്ല. അപ്പൊ ഈ ഇത് പ്രകാരം നമ്മളിത് പറയാതെ തന്നെ എന്തിനാണിത് വിജയിക്കുന്നില്ല എന്ന് പറയുന്നത്? ഇവിടെ തോൽവി ഉറപ്പാണ്. ഉടുമ്പൻചോലയിൽ മാത്രമാണ് വല്ല കാരണം MM മണി വീണ്ടും നിൽക്കുന്നത്. MM മണി ആണെങ്കിൽ MM മണി ആയതുകൊണ്ട് മാത്രം ചിലപ്പം വിജയിച്ചെന്ന് വരാം. അല്ലെങ്കിൽ ഒരു 10-15 കോൺഗ്രസിന്റെ നല്ല സ്ഥാനാർത്ഥികളെ തീർന്നു. അവിടെയും ജനങ്ങള് മൃഗങ്ങളുടെ ശല്യം ഏറ്റവും ഉള്ള സ്ഥലമാണ് ഉടുമ്പൻചോല. ആനയുടെ ശല്യം, പന്നിയുടെ ശല്യം, പുലിയുടെ ശല്യം, കൃഷി എല്ലായിടത്തും ബാധിച്ചിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ തകർന്നു നടക്കാണ് ഇടുക്കി. പീരുമേടാണ് പിന്നെ ലാസ്റ്റ് 5ാമത്തെ മണ്ഡലം. അവിടെ സാധാരണ CPI ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ പ്രാവശ്യം ഭൂരിപക്ഷം UDFന് 6121 വോട്ടിന്റെ ഭൂരിപക്ഷം UDFന് കിട്ടിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. നിയമസഭയിൽ 1835 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അവിടെ ലോക്സഭയിൽ 14,641 വോട്ടിന്റെ ഭൂരിപക്ഷം UDFനുണ്ട്. അപ്പം ഇവിടുത്തെ ഒരു ട്രെൻഡ് പ്രകാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് വോട്ട് മാറുകയാണെങ്കിൽ 57,000 വോട്ടിനോട് 7,500 വോട്ടും കൂടെ 65,000 ആവും. ഒരു 44,000 ആവും. പ്ലസ് ഒരു 800 വോട്ട് 1000 വോട്ട് BJPനും കൂടെ കിട്ടുമ്പോൾ 65,000 വോട്ടാകുമ്പോൾ ഒരു 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം വരെ പീരുമേട് കിട്ടാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതായത് നമ്മൾ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം UDFന് അനുകൂലമായ സാഹചര്യമാണ് അവിടെ നിൽക്കുന്നത്. കേരള കോൺഗ്രസ് ആണെങ്കിൽ തമ്മിലടിച്ച് ആർക്കും വേണ്ടാത്തൊരു സ്ഥാനമായി മാറി. ഇപ്പം
വില പേശിക്കൊണ്ടിരിക്കും, കച്ചവടക്കാരാണെന്ന് മനസ്സിലായി. അങ്ങോട്ട് കിട്ടുന്ന എന്താണ് ഇങ്ങോട്ട് കിട്ടുന്നത് എന്താണെന്നുള്ള നിൽക്കുകയാണ്. റോഷി അഗസ്റ്റൻ മാത്രമാണ് അവിടെ പിടിച്ചു നിൽക്കാവുന്ന ഒരു ക്യാരക്ടർ. റോഷി അഗസ്റ്റൻ ജയിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യം, എം എം മണി നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എം എം മണി സാമൂഹികമായി ക്രിസ്ത്യൻ സമൂഹത്തിന് ചോദ്യം റോഷി അഗസ്റ്റൻ അവിടെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. കെ എം മാണിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പിന്നെ റോഷി അഗസ്റ്റൻ. ഇപ്പം ഈ നമുക്ക് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ടയിൽ അല്ല ഇടുക്കിയിലുള്ളത്. ഈ 5 മണ്ഡലങ്ങൾ 4 ഉറപ്പായിട്ടും എം എം മണിയുടെ സീറ്റ് ഒഴിച്ച് ബാക്കി 4 ഉറപ്പായിട്ട് എം എം മണിയും വേണമെങ്കിൽ നല്ല സ്ഥാനാർത്ഥിയാണ്. എം എം മണിയാണെങ്കിൽ പോലും വീഴും, അങ്ങനെയുണ്ട്, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പിന്നെ ഇടുക്കി കൂടെ തീർന്നു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് പിന്നെ ഇല്ല. ഇടുക്കിയും പത്തനംതിട്ടയും കോട്ടയം തീർന്നാൽ പിന്നെ കേരള കോൺഗ്രസ് തീരുന്നതുകൊണ്ടാണ് അവർ കളിക്കുന്നത്. ഇടുക്കി കോട്ടയം പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ ബംഗാൾ, ത്രിപുര, കേരളം പോലെയാണ് വരാൻ പോകുന്നത്. കേരളത്തിലെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുന്നത് അതുപോലെ തന്നെയായിരിക്കും. ഇത്തവണ മൊത്തം 19 സീറ്റിൽ 9 സീറ്റ് കോട്ടയം, 5 സീറ്റ് പത്തനംതിട്ടയും, 5 സീറ്റ് ഇടുക്കിയും, 19 സീറ്റിൽ 17 സീറ്റിൽ UDF ഭൂരിപക്ഷമാണ്. അല്ല 17 സീറ്റ് 15 സീറ്റെങ്കിലും എന്തെല്ലാം നമ്മൾ വിട്ടുവീഴ്ചയാലും 15 സീറ്റ് UDF ഉറപ്പായി. അല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ 19 സീറ്റും UDF കൊണ്ടുവന്ന് പറയുന്നു. കാരണം നിയമസഭാ ട്രെൻഡ് അങ്ങനെയാണ്. അല്ല അതല്ല സാറേ, നമ്മൾ അങ്ങനെ ബ്ലാങ്കറ്റായിട്ട് പറയുമ്പോൾ ഇതിനകത്ത് ചില കാൻഡിഡേറ്റ്സിന്റെ പ്രസൻസ് ആവാം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എം എം ഹസൻ വന്നു നിന്നാൽ എങ്ങനെ ചെയ്യും? ഉദാഹരണം അങ്ങനെ ഒത്തിരി ഉണ്ട് ക്യാരക്ടേഴ്സ്. ഞാൻ ഒരാളുടെ പേര് എപ്പം തോറ്റു ഏത് സീറ്റ് തോക്കണം നോക്കി നടക്കുന്നത് കാര്യങ്ങളൊക്കെ ഇപ്പം ചോദിക്കുന്നില്ല, അവസാനം ചോദിക്കുന്നത്. പണ്ടെങ്ങാണ്ട് നീ ജയിച്ചിട്ടുണ്ട്, പിന്നെ തോക്കും ചെയ്തിട്ടുണ്ട്. ഡി മുരളിയും മാവേലിക്കര ജയിച്ചിരുന്നു. അങ്ങനെ ഓരോ സീറ്റും തോൽപ്പിക്കാൻ വേണ്ടി തന്നെ കുറേ കോൺഗ്രസ് സ്ഥാനാർത്ഥികളോ എന്നാൽ ടിക്കറ്റ് വേണം താനും. എന്തായാലും ഇടുക്കിയെ പറ്റി പറയാതെ പോകുന്നു. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ കോൺഗ്രസ് MLA സംഭാവന ജില്ല, MBA സംഭാവന ജില്ലയാണ് ഇടുക്കി. PT തോമസിൻ്റെ ജില്ല കൂടിയാണ്. PT തോമസിൻ്റെ അവിടെ ശവമഞ്ച ഘോഷയാത്ര വരെ നടത്തിയിട്ടും പിറ്റേ ഇലക്ഷൻ ആയപ്പോഴേക്കും എത്തിച്ചു പിടിക്കാൻ കോൺഗ്രസിനെ പറ്റി. എന്തായാലും ഇടുക്കി എന്നും UDF ശക്തി കേന്ദ്രമാണ്. ഇത്തവണയും അത് തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വൻ ഭൂരിപക്ഷത്തിനായിരിക്കും ഇടുക്കി ഇത്തവണ 5 സീറ്റുകൾ UDF പിടിച്ചെടുക്കാൻ സാധ്യത. ചിലപ്പോൾ 1 സീറ്റ് പോകാം.